മലയാളത്തിന്റെ പൊന്നോമന കണ്ണുണ്ണി, മലയാളത്തിന്റെ പൊന്നോമന കണ്ണുണ്ണി കണ്ണിലുണ്ണി നമ്മുടെ മോഹൻലാലാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. മികച്ച നടി ന്യൂസിയ നസീം. എന്തോ എങ്ങനെ? നസിയ നസീം, നസ്രിയ നസീം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. ചിത്രങ്ങള് ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. ആരാണ് അതിന് അക്ഷരം പഠിപ്പിച്ചേ? ഘോഷാൽ. ഗാനം വിജനതയിൽ പാതി വഴി തീരുന്നു. ഉടമായി തിരിച്ചു പറ. ചിത്രം ഹൗ ഓൾഡ് ആർ യു. മികച്ച ഗാനരചയിതാവ് OS ഉണ്ണികൃഷ്ണൻ. ഗാനം ഇത്ര പകലിനോട് ഒത്തുചേർന്നിടുമീ രാവെന്തേറെ കറുത്തുപോയി. അതാണ്. അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. മികച്ച സംഗീത സംവിധായകൻ രമേഷ് നാരായൺ. ആദിത്യ കിരണങ്ങൾ അഞ്ജനം എഴുതും. അതാണ് ഗാനം. ചിത്രം വൈറ്റ് ബോയ്സ്. മികച്ച സംഗീത സംവിധായകൻ ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. ചിത്രം വിവിധ ചിത്രങ്ങൾ. ഇതൊക്കെ എന്ത്? മികച്ച സ്വഭാവ നടൻ അനൂപ് മേനോൻ. 5000 രൂപയും ശില്പവും 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഞാനൊന്ന് വായിക്കാം. എംപ്ലോയി വരുമ്പോ അവരെ കുറിച്ച് എമ്പടി നടത്തിയിട്ട് 267 സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിൽ അഭിമാനകരമായി NDA തല ഉയർത്തി നിൽക്കുകയാണ്. അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. ഇന്ത്യ മുന്നണി. ഇതെടുത്ത് ചെവി വെച്ചാ മതി. ഇന്ത്യ മുന്നണി ബെസ്റ്റ്. സാർ, എൻ്റെ പ്രസംഗത്തിന് അന്ന് ചില വാക്കുകൾ വ്യത്യാസം വന്നു. സാറിനിക്ക് എൻ്റെ ഷുഗർ ഡൗൺ ആയതാണ്. ഡൗണായ സമയത്ത് എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. ഇവിടെ ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ നാക്ക് കുഴഞ്ഞു പോയാൽ അതുപോലും പ്രചരണമാക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനത്തെ ഞാൻ യോജിക്കുന്നില്ല.